ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫാബ്രിക്കിൽ, അതായത് ഏതൊരു തുണിയിലൂട്ടോ, എങ്ങനെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് മാത്രമല്ല, വേറെ എന്ത് ഡിസൈനായാലും നമുക്കതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരമായിട്ട് ഉണ്ടാവും. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കൈ കൊണ്ടൊക്കെ വെട്ടിയിട്ട് അതിന് ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നിബ്ദ ഇതുപോലെ നല്ല കൂർത്തിരിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ കുറച്ച്, ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ കുറേ ഓരോ ഷേപ്പിലുള്ള ഓരോ നിബ്ബുകൾ കിട്ടാറുണ്ട്. കുറച്ച് കട്ടിയുള്ള, നമ്മളിപ്പോൾ കൂർത്തത് കണ്ടതിനെക്കാട്ടിയും കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പിലുള്ളത്. പിന്നെ ഇതൊക്കെ സോൾഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഞാനിതിപ്പോൾ നമ്മുടെ തുണിയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുക. നമുക്കിതൊന്നും ആവശ്യമില്ല. ആകെ ആ ഒരൊറ്റ എന്താ പറയുക, പേന പോലുള്ള ആ സാധനം മാത്രം മതി കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ടത് ഇത് മാത്രമാണ്. ഇതുപോലെ ആ സ്ക്രൂവിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ വേറെ മറ്റതൊക്കെ മാറ്റിയിടുന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയിടാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇതിൻ്റെ എത്രത്തോളം ഇത് നമുക്ക് ഗുണമായിട്ടുള്ളതാണെന്ന് നമുക്കിത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഈ കൊക്കക്കോള, അതേപോലെ സ്പ്രൈറ്റ് അല്ലെങ്കിൽ 7up, അതൊക്കെ ഇങ്ങനെ ഒരു ബോട്ടിൽ കിട്ടില്ലേ, ആ ഒരു ഇതിൽ കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവേഴ്സ് മാത്രമല്ല, എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇപ്പം അനിമൽസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വല്ല ട്രീസോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈനും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കൂടി നമുക്ക് ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയുള്ള ഒരു ബോക്സ് കിട്ടുമല്ലോ, അതും കൊണ്ടും നമുക്ക് ആ അട്ടപ്പെട്ടി പോലത്തെ ബോക്സ് ഉണ്ടാവില്ലേ, അതും കൊണ്ടും നമുക്ക് ഇതുപോലെ ഡിസൈൻസ് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എന്താ കാരണം വെച്ചാൽ നമ്മളിതിങ് വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ആക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞു പറഞ്ഞാൽ കേടുവന്ന് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഇതാവുമ്പോൾ കേടുവരില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും, ഉരുകി പോവില്ലല്ലോ സൈഡൊന്നും. പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു എന്തെങ്കിലും ഇത് വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് വേണം. പിന്നെ നമുക്ക് ക്ലോത്ത്, ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റ് സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു തുണിയാണ് കേട്ടോ. സാധാരണ സാറ്റിൻ ക്ലോത്തിനെയും കാട്ടിയും കുറച്ചുകൂടി കട്ടിയുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ ഫ്ലവർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം അതിന് മുൻപായിട്ട് ഞാനിത് ഇപ്പോൾ ഇവിടെ ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നാലാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചൂടായോ എന്നറിയാൻ ഈ തുണിയുടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ അതവിടെ ഇങ്ങനെ കീറി വരും കേട്ടോ. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് കത്തും. അപ്പോൾ അത് ചൂടായി വരുന്നതേ ഉള്ളൂ. നമുക്കതൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു വെട്ടി വെച്ചിട്ടുള്ള ആ ടെംപ്ലേറ്റിനെ നല്ലതുപോലെ 2 വിരലുകൾ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടുള്ള സാധനമാണ്, കൈ പൊള്ളാതെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് പതിയെ അതുപോലെ ഒന്ന് ഇങ്ങനെ അതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് കട്ടിയുള്ള തുണി ആയതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ പതുക്കെ ആവുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പതിയെ ആ വിരലുകൾ മാറ്റി
നമുക്ക് ചെയ്തെടുക്കാം. ആ ഔട്ട്ലൈന് കറക്റ്റായിട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ചൂടുള്ള സാധനമാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളൂട്ടോ. പിള്ളേരുള്ള സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആ പൂവിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിഡുവാണ് കേട്ടോ. സൂപ്പറാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഓരോ ഫ്ലവേഴ്സും ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിങ്ങനെ വരണില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഫ്ലവർ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി പല ഷേപ്പിലും കണ്ടില്ലേ, ഞാനിപ്പോൾ ഓരോ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബട്ടർഫ്ലൈ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ബട്ടർഫ്ലൈയും ഞാനൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് 2 വിരലുകൾ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അമർത്തി പിടിച്ച് സൈഡ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും പോസിറ്റീവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പല ഷേപ്പിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത്. ഇതുപോലെ പല ഡിസൈനും ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഡ്രസ്സ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിനി ഇത് കഴിഞ്ഞു പറഞ്ഞാൽ വേറെ പല കളറ് തുണിയുണ്ട്, ഞാൻ അതിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഫ്ലവേഴ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.